അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദർസുൽ മിഷ്കാത്ത് ഭാഗം 11, കിതാബുൽ റിഖാഖ്, ഹദീസ് നമ്പർ 43. وعن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم لا تزول قدم ابن آدم يوم القيامة حتى يسأل عن خمس: عن عمره فيما أفنى، وعن شبابه فيما أبلى، وعن ماله من أين اكتسبه، وفيما أنفقه، وماذا عمل فيما علم. رواه الترمذي. ഈ ഹദീസ് ചെറിയ തോതിൽ വിവരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: ലാ തസൂലു ഖദമ ഇബ്നി ആദം, ലാ തസൂലു ഖദമ ഇബ്നി ആദം. മനുഷ്യന്റെ രണ്ട് കാൽപാദങ്ങൾ വെച്ച സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുകയില്ല, അതിന് സാധ്യമല്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, ഹത്താ യുസ്അല അൻ ഖംസ്, 5 കാര്യങ്ങളെ തൊട്ട് ചോദിക്കപ്പെടുന്നത് വരെ. 5 അവസ്ഥകളെ സംബന്ധിച്ച് ചോദിച്ചതിന് ശേഷമേ വെച്ച കാൽ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാൻ പറ്റുകയുള്ളൂ. 1. അൻ ഉംരിഹി ഫീമാ അഫ്നാ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വയസ്സ്, എത്ര വയസ്സ് വരെയാണോ അവൻ ജീവിച്ചത്, ആ വയസ്സിനെ എന്തിനാണ് അവൻ നശിപ്പിച്ചു കളഞ്ഞത്, അതിനെപ്പറ്റി ചോദ്യം. ആ ജീവിതകാലത്ത് എന്തെല്ലാം നന്മകൾ ചെയ്തു എന്നാണ് ചോദ്യം. അവന്റെ ഖുവ്വത്ത്, ശക്തിയെ സംബന്ധിച്ച് ചോദിക്കും. ആ ശക്തി എന്തിലാണ് അവൻ നഷ്ടപ്പെടുത്തിയത്. ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ്. 1, അവനക്ക് മൊത്തത്തിൽ നൽകിയ വയസ്സിനെ സംബന്ധിച്ച് ചോദ്യം. 2, അതിൽ നിന്ന് പ്രത്യേകമായി യുവത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യം. അപ്പൊ യുവത്വത്തെ സംബന്ധിച്ച് പ്രത്യേകം ചോദിക്കുമ്പോൾ കുട്ടിക്കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ, അതുപോലെ വളരെ അധികം വയസ്സായതിനു ശേഷമുള്ള കാര്യങ്ങൾ, ഇതില് ഒരു ചെറിയ മുസാമഹത്ത്, വിട്ടുവീഴ്ചയുണ്ടാകും എന്നതിലേക്കുള്ള സൂചനയാണ്. വൻ ശബാബിഹി ഫീമാ അബ്ല എന്നതിലുള്ളത്. അപ്പൊ ഇബാദത്ത് ചെയ്യാൻ ഏറ്റവും വലിയ ശക്തിയുള്ള, കഴിവുള്ള സമയമാണ് യുവത്വം. അങ്ങനെയുള്ള ആ സമയത്തിനെ എങ്ങനെ ചെലവഴിച്ചു എന്ന് പ്രത്യേക ചോദ്യമാണ്. മറ്റുള്ളതിനെ പറ്റിയും ചോദ്യമുണ്ട്. അതാണ് ആദ്യം പറഞ്ഞത് അവന്റെ വയസ്സിനെ പറ്റിയാണ്. വയസ്സ് എന്ന് പറയുന്നത് യുവത്വം അതിൽ ഉൾക്കൊള്ളുന്നതാണ്, വാർദ്ധക്യവും അതിൽപ്പെട്ടതാണ്. അവന്റെ മുതലിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവും. എന്തിൽ നിന്നാണ്, എങ്ങനെയാണ്, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ ധനം സമ്പാദിച്ചത് എന്ന ചോദ്യം ഉണ്ടാകും. അല്ലാഹുവിനുള്ള ഇബാദത്തിലാണോ, ദോഷകരമായ വസ്തു കാര്യത്തിലാണോ അതിനെ ചെലവ് ചെയ്തത്
അതിനെ സംബന്ധിച്ചും ചോദ്യം ഉണ്ടാവും. ഒമാദാ അമില ഫീമ അലിമ, പഠിച്ചതിൽ എന്താ അമല് ചെയ്തു എന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോ പഠിച്ചതിൽ എന്ത് പ്രവർത്തിച്ചു, എന്ത് അമല് ചെയ്തു എന്നാണ് ചോദ്യം. അപ്പൊ ഇൽമ് ആവശ്യമാണ്. ഇൽമാണ് അമലിന്റെ മുമ്പ് വേണ്ടത്. ഇൽമില്ലെങ്കിൽ അമലുണ്ടാവുകയില്ല. അമല് ഉണ്ട്, പക്ഷെ അമലില്ല, ഇൽമു മാത്രമുണ്ട്, അതുകൊണ്ടും കാര്യമില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ അൻത യാ ഉവൈമിർ. അവരുടെ ഒരു പേരാണ്, റോമന പേര്, വൈമിറ. നിങ്ങൾ എന്താണ് പറയുക? ഇദാ ഖീല ലക യൗമൽ ഖിയാമത്തി, നിങ്ങളോട് അല്ലാഹു ഖിയാമത്ത് നാളിൽ ചോദിച്ചാൽ, ആമിൽതം ജഹിൽത അലിംതം ജഹിൽത, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതോ ഒന്നും പഠിച്ചിട്ടില്ലേ? ഒരു ചോദ്യമാണ്. ഫൈഖുൽത അലിംതു, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചോദ്യം, ഖീല ലക ഫമാദാ അമിൽത, പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അമൽ ചെയ്തത്? വൈഖുൽത ജഹിൽതു, നേരത്തെ പറഞ്ഞത് വൈഖുൽത നിങ്ങൾ പറഞ്ഞാൽ അലിംതു, ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അമൽ ചെയ്തു ആ പഠിച്ചത് കൊണ്ട് എന്ന് ചോദിക്കും. ജഹിൽതു, ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ പഠിക്കാതിരിക്കാൻ നിങ്ങൾക്കുള്ള കാരണം എന്താണ്? അല്ലാത്ത നിങ്ങൾ പഠിക്കാതിരിക്കുന്നതിനുള്ള നിങ്ങളുടെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾ പറയുക എന്ന് അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് ഈ സമയത്ത് പ്രത്യേകം ഓർക്കേണ്ടത്. ഇൽമിനെ സംബന്ധിച്ച് ചോദിക്കും എന്ന് പറയുമ്പോ എന്നാ പിന്നെ പഠിക്കാതിരുന്നാ മതി എന്ന് മനസ്സിലാക്കണ്ട. അൽ ഫസ്ലു സാലിസു, മൂന്നാമത്തെ ഫസ്ല്, അൻ അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക ലസ്ത ബിഖൈരിൻ മിൻ അഹ്മറ, നിങ്ങൾ ചുവപ്പ് കളറുള്ള ഒരു മനുഷ്യനേക്കാൾ ഉത്തമനല്ല. ശരീരം ചുവന്ന കളറായ ഒരു മനുഷ്യനേക്കാൾ നിങ്ങൾ ഖൈറായവരല്ല. വലാ അസ്വദ ലൗനൻ, കളറ് കറുപ്പായ ഒരു മനുഷ്യനേക്കാളും നിങ്ങൾ ഖൈറായവരല്ല. തഖ്വ കൊണ്ട് അവനിക്ക് നിങ്ങൾ മേലെയായാൽ, ശ്രേഷ്ഠമായാൽ ഒഴികെ എന്നാണ് പറഞ്ഞത്. പറഞ്ഞതിന്റെ അർത്ഥം, കളറിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. വെളുത്തവനായാലും കറുത്തവനായാലും മറ്റു കളറുകളിലുള്ളവനായാലും തഖ്വയുണ്ടോ അവനിക്കാണ് സ്ഥാനം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. തഖ്വ പല വിഭാഗമാണ്. ഒന്ന് ഏറ്റവും താഴ്ന്ന തഖ്വ, അത് ശിർക്കിനെ തൊട്ട് സൂക്ഷിക്കലാണ്. മധ്യമായ തഖ്വ, അത് ദോഷങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക, അതേ പ്രകാരം തന്നെ ലോകമാന്യത്തെ തൊട്ട് പ്രശസ്തിയെ തൊട്ടൊക്കെ സൂക്ഷിക്കുക. മൂന്നാമത്തത് ഏറ്റവും മേലെയായ തഖ്വയാണ്. അത് അല്ലാഹയല്ലാത്ത മറ്റൊന്നിനെയും മനസ്സിൽ വരാത്ത നിലക്ക് ദായിമായിട്ട് അള്ളാഹുവിന്റെ അല്ലാഹ് എന്ന് പറയുന്ന ആ ഒന്നല്ലാതെ മറ്റൊന്നും അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാതെയുള്ള തഖ്വ, അതാണ് ഏറ്റവും ആഴയായ തഖ്വ.
ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്, മാ ഫളലക്കും അബൂബക്കറു ബിഫളലി സൗമിൻ വലാ സ്വലാത്തിൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായത് കുറെ നോമ്പുകളും നോമ്പിന്റെ ഫളില് കൊണ്ടല്ല, വളരെയധികം നോമ്പെടുത്തിട്ടൊന്നുമല്ല, വലാ സ്വലാത്തിൻ കുറെ നിസ്കരിച്ചിട്ടും അല്ല, വലാകിൻ ബിശൈഇൻ വുഖിറ ഫീ ഖൽബിഹി, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെട്ടതായ ഒരു കാര്യം കൊണ്ടാണ്, അത് ഈ പറഞ്ഞ തഖ്വ കൊണ്ടാണ് എന്നർത്ഥം. 45-ാമത്തെ ഹദീസ്. വഅൻ നബി ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ സഹിദ അബ്ദുൻ ഫിദ്ദുനിയ, ഒരാളും ദുന്യാവിൽ സാഹിദാവുകയില്ല. സാഹിദാവ് എന്ന് പറഞ്ഞാൽ ദുന്യാവിനെ നമ്മളെ കൽബിൽ വെക്കാതെ പോക്കറ്റിൽ വെക്കുക, അതാണ് സാഹിദ്. ദുന്യാവിനോട് വലിയ മഹബത്തില്ലാതിരിക്കുക. അങ്ങനെ സാഹിദായാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തിനെ മുളപ്പിക്കുന്നു. അതാണ് വലിയ അറിവൊന്നും പഠിക്കാതെ, കോളേജിലൊന്നും പോയൊന്നും വരാത്ത മാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ സ്ഥിരമായി ഖിദ്മത്തും ആയി കൂടിയിരുന്ന ആളെ പേരൊന്നും പറയുന്നില്ല. പല ആളുകളും നല്ല ഹിക്മത്ത് അവരുടെ പ്രസംഗങ്ങളിൽ, ഒരു വലിയ മുസ്ലിയാരിൽ നിന്ന് പ്രസംഗിക്കുന്നതിലേറെ ഉപകാരപ്പെട്ട അറിവ് ഇങ്ങനെ വരും. അതായി ഈ ഹദീസിൽ പറയുന്നത് വേണ്ട. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഹിക്മത്തിനെ മുളപ്പിച്ചിട്ടല്ലാതെ ഇല്ല. ആ ഹിക്മത്ത് കൊണ്ട് അവന്റെ നാവിനെ അല്ലാഹു പറയിപ്പിച്ചിട്ടല്ലാതെ, സംസാരിപ്പിച്ചിട്ടല്ലാതെ ഇല്ല. അവനിക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഇല്ല. ദുന്യാവിന്റെ ന്യൂനത, ആ ദുന്യാവിന്റെ രോഗം, അഥവാ അതിന് മഹബത്ത് വെക്കുക എന്നത് ഒരു രോഗമാണ്. ആ രോഗത്തെ പറ്റിയും ആ രോഗത്തിനുള്ള ചികിത്സ എന്താണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടല്ലാതെയല്ല. ആ ദുന്യാവിൽ നിന്ന് ഇതിനെ തൊട്ടൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് ദാറുസ്സലാമായ സ്വർഗത്തിലേക്ക് അവനെ അല്ലാഹു പുറപ്പെടുവിച്ചിട്ടല്ലാതെയും ഇല്ല എന്നാണ് ഹദീസ്. ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ഇതിന്റെ 12-ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ, അത് പഠിക്കുവാൻ നല്ല അവസരങ്ങൾ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് നൽകട്ടെ. വിജയികളിൽ നാം എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.